ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ തമ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഏത് ആപ്പിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ആപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് കേട്ടോ, നമുക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മക്കളിങ്ങനെ സ്കൂളില്ലാത്ത കാരണം കൊണ്ട് അവരുടെ വോയിസും സൗണ്ടൊക്കെ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണല്ലോ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ. ഇപ്പോഴും പറഞ്ഞ പോലെ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്, എന്തെങ്കിലും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അത് ലോങ് ആയാലും ഷോർട്ട് ആയാലും ഒക്കെ അതിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചിലവർ ഓരോ ആപ്പിലായിരിക്കും, പക്ഷേ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇൻഷോട്ടാണ് കേട്ടോ. പിന്നെ കൈൻ മാസ്റ്ററൊക്കെ ഞാൻ ഉപയോഗിച്ചു, പക്ഷേ എനിക്ക് അതിനേക്കാൾ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇൻഷോട്ടാണ്. അപ്പോൾ ഷോർട്ട് ആയാലും ലോങ് ആയാലും ഒക്കെ ഞാൻ അതിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളും ഈ ആപ്പിൽ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതേ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻട്രോ ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ വീഡിയോ, ഫോട്ടോ, കോളേജ്, ഇതിൽ നമുക്കിപ്പോൾ ലോങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ അതേ ന്യൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്ലസിൻ്റെ ഇതും കൂടി കാണും കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് ഇത് വീഡിയോ, ഫോട്ടോ, ഓൾസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആവശ്യമായിട്ട് വരുന്നത് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതേ വീഡിയോയുടെ ഒരു ഭാഗത്തിൽ നമ്മൾ ഗാലറിയിലുള്ള വീഡിയോസ് മൊത്തം കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊന്ന് ടിക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു പച്ച ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത വീഡിയോസ് ഇത് ഇവിടെ വരുന്നുണ്ട്. ഈ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ റേഷസ് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഇതേ ലോങ് വീഡിയോ, ഷോർട്ട്, ടിക്ടോക്ക് അങ്ങനെയൊക്കെ ഓരോ റേഷസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 16.9 ആ ഒരു റാഷ്യസാണ്. ലോങ് വീഡിയോ ആണല്ലോ, ആ റാഷ്യസ് എടുക്കാം. എന്നിട്ട് നമുക്കിത് അതിൽ സൂം ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഇതിൽ നോക്കിയിട്ട് നമുക്ക് എത്രക്ക് സൂം ചെയ്യണം അതിനനുസരിച്ച് നമുക്കവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൽ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. റെക്കോർഡ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് മ്യൂസിക്, പിന്നെ എഫക്റ്റ്, റെക്കോർഡാണ്. അപ്പോൾ അതിലാദ്യം മ്യൂസിക് എടുക്കുന്നുണ്ട്. അതിൽ ഫ്യൂച്ചറിന് കാണിക്കുന്നുണ്ട്, ഫ്യൂച്ചർഡ്. അതിൽ നമുക്കിതേ ഓരോ ട്യൂൺസ് കാണിക്കുന്നുണ്ട്, ബ്ലോഗ് ഉണ്ട്, അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ബ്ലോഗിലത്തെ എടുക്കുന്നുണ്ട്. ആ ഒരു ട്യൂൺസ് എടുത്തിട്ട് ഈ യൂസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്യൂൺസ് അവിടെ വരും. ഈ മുകളിൽ നീല കളറിൽ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ ഈ ഒരു ട്യൂൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് എഡിറ്റ് എന്നുള്ളിടത്ത് നെക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്യൂൺസിൻ്റെ ഏത് ഭാഗമാണ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ ട്യൂൺസ് വേണ്ട, നമുക്ക് ഡിലീറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആ ഒരു മോൾ ഭാഗത്തായിട്ട് ഇതേ ഒരു ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ആ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഫ്യൂച്ചേർഡ് കഴിഞ്ഞതിന് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മൈ മ്യൂസിക്. ഈ മൈ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന റെക്കോർഡ് ട്യൂൺസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എഫക്റ്റാണ്. അതായത് നമ്മുടെ ബേഡ്സ്, ആനിമൽസ്, അങ്ങനെ ഓരോന്ന്, എയറോപ്ലെയിൻ, അങ്ങനത്തെ ഓരോ സൗണ്ടുകളാണ് കേട്ടോ എഫക്റ്റ്. അപ്പോൾ അത് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്ന് ബാക്ക് പോയതിൻ്റെ ശേഷം അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിൽ തന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റെക്കോർഡ് ബാക്ക് അടിച്ചതിന് ശേഷം ഈ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരും. ഈ ഒരു 3 സെക്കൻഡ് വരുന്ന സമയത്ത് നമുക്കിവിടെ വോയിസ് നമുക്ക് സംസാരിക്കുള്ളതാണ് കേട്ടോ. ഓൺ ദ വോയിസ് കൊടുക്കില്ലേ അത്. എന്നിട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം ഈ ടിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോയിസ് നമുക്കവിടെ വരും കേട്ടോ. അതിൽ തന്നെ നമുക്ക് വോയിസിലൊരു 100% സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ സൗണ്ട് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് സൗണ്ടും കൂട്ടി കൊടുക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ എത്രയ്ക്കാണോ സൗണ്ട് വേണ്ടത് കുറയ്ക്കാനും പറ്റും കൂട്ടാനും പറ്റും കേട്ടോ. ഇത് നമ്മളവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റിക്കറാണ്. ഇതിൽ നമുക്കിപ്പോൾ ഓരോ സ്റ്റിക്കറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫസ്റ്റ് തന്നെ ദേ ഇവിടെ കിടക്കുന്ന കുറേ സ്റ്റിക്കറുകളുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ട തൊട്ടടുത്ത് തന്നെ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്റ്റിക്കർ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് ഒരെണ്ണം കാണിക്കാം. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, മുകളിലേക്കോ താഴേക്കോ എവിടെ വേണമെങ്കിലും. അതുപോലെ തന്നെ ഈ ഒരു 2 സൈഡിൽ ആരമാർക്ക് കാണിക്കുന്നത് ഒന്നിങ്ങനെ വലിച്ച് നീക്കിയിട്ടുണ്ടെങ്കിൽ വലിപ്പം കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ അവസാനം വരെ നമുക്ക് വേണം, അല്ലെങ്കിൽ കുറച്ച് ഭാഗത്താണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഭാഗത്ത് എൻഡ് ചെയ്ത് കൊടുക്കുക. ഇല്ല കൂടുതൽ വീഡിയോ കഴിയുന്ന വരെ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ കാണുന്ന ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഇതില്ലേ അതിങ്ങനെ വലിച്ച് നീക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ടെക്സ്റ്റാണ്. അത് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് കേട്ടോ ഇവിടെ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അവിടെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഷുഹൈല ഷെറീൻ ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആരോ മാർക്കിൽ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. പിന്നെ ഈ 2 ഡബിൾ എ എന്ന് എഴുതിയിട്ടില്ലേ, വലിയ ക്യാപിറ്റലും സ്മോളും, ആ ഒരു എമ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എഴുതിയത് ചെറുതും വലുതൊക്കെ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഒരു കളറ് കണ്ടോ, ഈ കുറേ റൗണ്ടിലൊരു കളറ്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കളറ് മാറ്റി കൊടുക്കാൻ പറ്റും. ഈ ടൈപ്പ് ചെയ്തതിൽ കളറ് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ടൈപ്പ് ചെയ്തെടുക്കാം. പിന്നെ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടേക്ക് നമുക്ക് കറക്റ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു വലുപ്പം ഉണ്ടല്ലോ, അത് സൈസ് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും കേട്ടോ. അതിനനുസരിച്ച് നമുക്കത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പച്ച ഈ ലൈനില്ലേ, ആ ലൈൻ ഇങ്ങനെ വലിച്ച് നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അവസാനം വരെ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളത് അവസാനം വരെ വരും കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ ഞാനൊരു സ്റ്റിക്കറും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടില്ലേ അതൊക്കെ ഇതേ കണ്ടോ വീഡിയോയുടെ അവസാനം വരെ വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രയ്ക്കാണോ ഹാഫ് വരെ മതിയോ അല്ലെ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിലിതേ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ വീഡിയോയിലൊരു വോയിസ് ഉണ്ടാവുമല്ലോ, ആ വോയിസ് നമുക്ക് ഡിലീറ്റ് ആക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അത് ഒന്ന് ഫുള്ളായിട്ട് കുറച്ചതിന് ശേഷം ടിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൽ സ്പീഡ് കൂട്ടി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് സ്പീഡ് ഇങ്ങോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയും, ഇങ്ങോട്ടാണ് നീക്കുന്നതെങ്കിൽ സ്പീഡ് കൂടും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ പോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് ഇതേ നമ്മൾ ഈ ഒരു ഇതിലെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ഈ വീഡിയോ ഫോട്ടോ ഓൾ എന്നില്ലേ, അതിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇതിൽ കാണാം. ഇതിൽ നമുക്ക് ഏത് ഫോട്ടോ ആണോ ആവശ്യം ആ ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എന്നോട് ഷോർട്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചവർക്കുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അത് നമുക്ക് വീഡിയോ വെച്ചിട്ടും ചെയ്യാം, അല്ല നമുക്കിതുപോലെ ഫോട്ടോ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഫോട്ടോ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ടിക്ക് ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ ആ ഒരു ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സൂം ചെയ്തെടുക്കാം. സൂം ചെയ്യാനായിട്ട് നമ്മുടെ ഈ അടിയിലത്തെ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനും ഒന്ന് തൊട്ടിട്ട് ഒന്ന് സൂം ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതേ ഫോട്ടോ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ടൈപ്പിംഗ് ആണ് കേട്ടോ. അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ, ടൈപ്പ് ചെയ്യുന്നത്. ഈ ടൈപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ആ ഒരു ടൈപ്പിംഗ് ഭയങ്കര കട്ടിയിലായിട്ടും അതുപോലെ തന്നെ ഇതിൽ കളർ കൊടുക്കുന്നില്ല, ആ കളറും നല്ല ഇതിൽ തന്നെ വരാനുള്ള ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അതെന്നോട് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ എന്താണോ വേണ്ടത് അത് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ എഴുതി കൊടുക്കുന്നത് ഇൻഷോട്ടിൽ എങ്ങനെ വീഡിയോ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാനതൊന്ന് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എഴുതുന്ന കളറും നമുക്കിതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വലുപ്പം, അതായത് കുറച്ചും കൂടി കട്ടിയിലുണ്ടെങ്കിലാണ് നമുക്ക് ഈ വാക്കുകളൊക്കെ ഒന്ന് കാണാനായിട്ടും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അങ്ങനെ ഞാനവിടെ ടൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അതേ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്തതിന് സൈസ് ഒന്ന് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ചെയ്തതിൽ നമ്മളിപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഞാനിപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്ന ഈ അടിയിലത്തെ കുറേ ഓപ്ഷൻസ് കണ്ടോ, ഇങ്ങനെ ഓരോ കളറ് പെട്ടിയിലായിട്ടുള്ളതുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതിപ്പോൾ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ തൊടുമ്പോൾ ഓരോന്നോരോന്ന് മാറി വരുന്നത് കാണാമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതെടുക്കാം കേട്ടോ. ഇതിൽ തന്നെ ലൈറ്റ് ആയിട്ടുള്ള കളറുകളും ഉണ്ട്, കടുത്ത കളറുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് കളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റുമ്മ തൊട്ടതിന് ശേഷം മുകളിലത്തെ കളറിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം ലൈറ്റ് കളറാണ് കേട്ടോ. അതല്ല നിങ്ങൾക്ക് കടുത്ത കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, അതായത് നമ്മുടെ താഴേക്ക് വന്നതിന് അവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കളറുകൾ കട്ടിയിൽ കള്ളിയായിട്ടില്ലേ, അതിലും തൊട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കളർ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ളത് വളരെ കനം കുറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ കനം കൂടിയതായിരിക്കും. അപ്പോൾ നമുക്ക് കനം കൂടിയതാണെന്നുണ്ടെങ്കിൽ കനം കുറയ്ക്കാനും, അതുപോലെ തന്നെ കട്ടി കൂടിയതാണ് കട്ടി കുറയ്ക്കാനുള്ളൊരു ഇതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ കണ്ടു, ഒന്ന് കളറ്, ഫസ്റ്റത്തെ വരുന്ന കീബോർഡ്, പിന്നത്തെ വരുന്നത് കളർ, പിന്നെ വരുന്നത് ഈ രണ്ട് AA, അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒന്ന് നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടൈപ്പും അത് വലുപ്പം നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നമുക്ക് ഇതിൽ ഏത് വലുപ്പമാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്കവിടെ മാറ്റി കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത വാക്കുകൾ ചിലപ്പോൾ പുറത്തേക്ക് വരും, പകുതി വാക്ക് കാണില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട്, ഈ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ആരോ മാർക്ക് നമ്മളൊന്ന് ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക, ഉള്ളിലേക്ക് സൂം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ ചെറുതായിട്ട് വരും. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെയറൊക്കെ എഴുതുമ്പോൾ വലിയ വാക്കുകളാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് വരിയാക്കി എടുക്കുക, അല്ല 3 വരിയൊക്കെ ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നിങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വലിപ്പം നോക്കി കൊടുക്കുക. അങ്ങനെ എഴുതുന്ന സമയത്ത് രണ്ട് സൈഡിലും ഒരേപോലെ ചെറിയൊരു ഗ്യാപ്പ് വരണം കേട്ടോ. ആ രീതിയിൽ വേണം എഴുതിയെടുക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ അടിയിലത്തെ പച്ച ലൈനില്ലേ, ആ ലൈനിങ്ങിനെ ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം വരെ ഈ ഒരു ടൈപ്പ് വന്ന് നിൽക്കും കേട്ടോ. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിക്കാവുമ്പോൾ നമ്മുടെ വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പകുതിക്കാവുമ്പോൾ ഈ നമ്മൾ ടൈപ്പിംഗ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിൽ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എഫക്റ്റിൻ്റെ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഈ എഫക്റ്റിൻ്റെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ എഫക്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്ന് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് വൈബ്രേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു വൈബ്രേറ്റ് ആണ്. നിങ്ങൾക്കത് വേണ്ട, വേറെ വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വൈബ്രേറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം. അതും സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നീല ലൈനായിരിക്കും, അതും ഇതുപോലെ വലിച്ച് നീക്കി അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ അവസാനം വരെ ഈ ഒരു വൈബ്രേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഷോർട്ട് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതും ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ സെറ്റായി. പിന്നെ അവസാനത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിയിലായിട്ട് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡോ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ ഇൻഷോട്ടിലാണ് നമ്മൾ എഡിറ്റ് ചെയ്തതെന്നുള്ളൊരു ഓപ്ഷന്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അതും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രീ റിമൂവ് എന്ന് കാണും, അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല കേട്ടോ. അത് കട്ടായി പോവും. നമ്മുടെ വീഡിയോയിൽ ആ ഒരു ഇൻഷോട്ടിലാണ് നമ്മൾ എഡിറ്റ് ചെയ്തതെന്നുള്ളതും കൂടെ അറിയാതായി പോവും. അങ്ങനെ ഞാനിത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള പറയാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.